Articles related to education. The Constitution of India, in its mandate, has given considerable importance to education. A number of important provisions which have a direct and indirect bearing on education have been included in the Constitution. These provisions have been made in specific articles of the Constitution. The following are the important articles related to education. ഇന്ത്യൻ ഭരണഘടന അതിൻ്റെ ഉത്തരവിൽ വിദ്യാഭ്യാസത്തിന് ഗണ്യമായ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. വിദ്യാഭ്യാസത്തെക്കുറിച്ച് നേരിട്ടും അല്ലാതെയും വാദം കേൾക്കുന്ന നിരവധി സുപ്രധാന വ്യവസ്ഥകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വ്യവസ്ഥകൾ ഭരണഘടനയുടെ പ്രത്യേക ആർട്ടിക്കിളുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആർട്ടിക്കിളുകൾ ഇനി പറയുന്നവയാണ്. ആർട്ടിക്കിൾ 14, ഇക്വാലിറ്റി ബിഫോർ ലോ. ദ സ്റ്റേറ്റ് ഷാൽ നോട്ട് ഡിനേ ടു എനി പേഴ്സൺ ഇക്വാലിറ്റി ബിഫോർ ദ ലോ or the equal protection of the law within the territory of India. നിയമത്തിന് മുമ്പിലുള്ള സമത്വം. ഒരു വ്യക്തിക്കും നിയമത്തിന് മുമ്പിൽ തുല്യതയോ ഇന്ത്യയുടെ പ്രദേശത്തിനുള്ളിലെ നിയമങ്ങളുടെ തുല്യ പരിരക്ഷയോ ഭരണകൂടം നിഷേധിക്കരുത്. Educational bearing. The Article 14 provides that every citizen should enjoy equality before law so far his education is concerned. ഓരോ പൗരനും വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചിടത്തോളം നിയമത്തിന് മുൻപിൽ തുല്യത നൽകുന്നു. നെക്സ്റ്റ്, ആർട്ടിക്കിൾ 15, പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ഓൺ ഗ്രൗണ്ട് ഓഫ് റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ് ഓർ പ്ലേസ് ഓഫ് ബർത്ത്. ദ സ്റ്റേറ്റ് ഷാൽ നോട്ട് ഡിസ്ക്രിമിനേറ്റ് അഗൻസ്റ്റ് എനി സിറ്റിസൺ ഓൺ ഗ്രൗണ്ട്സ് only of religion, race, caste, sex, place of birth or any of them. മതം, വംശം, ജാതി, ലിംഗം അല്ലെങ്കിൽ ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിവേചനം തടയൽ. നത്തിങ് ഇൻ ദിസ് ആർട്ടിക്കിൾ ഷാൽ പ്രിവെൻറ്റ് ദ സ്റ്റേറ്റ് ഫ്രം മേക്കിംഗ് എനി സ്പെഷ്യൽ പ്രൊവിഷൻ ഫോർ വിമൻ ആൻഡ് ചിൽഡ്രൻ. ഈ ആർട്ടിക്കിളിലെ ഒന്നും സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി പ്രത്യേക വ്യവസ്ഥകൾ ഉണ്ടാക്കുന്നതിൽ നിന്ന് സംസ്ഥാനത്തെ തടയില്ല. Nothing in this article shall prevent the state from making any special provision for the advancement of any socially and educationally backward classes of citizen or for the SC and ST. ഈ ആർട്ടിക്കിളിലെ യാതൊന്നും സാമൂഹികവും വിദ്യാഭ്യാസപരവുമായി പിന്നോക്കം നിൽക്കുന്ന ഏതെങ്കിലും പൗരന്മാരുടെ അല്ലെങ്കിൽ SC/ST വിഭാഗങ്ങളുടെ പുരോഗതിക്കുള്ള വ്യവസ്ഥ പ്രത്യേകം ഉണ്ടാക്കുന്നതിൽ നിന്ന് സംസ്ഥാനത്തെ തടയില്ല. എഡ്യൂക്കേഷണൽ ബെയറിംഗ്. Admission should not be denied to any student in any education institution run or supported by the state simply on grounds of religion, race, caste, sex, place of birth or any of them. There is no constitutional objection for taking special measures by the state for the educational upliftment of marginalized sectors. മതം, വംശം, ജാതി, ലിംഗഭേദം, ജന്മസ്ഥലം അല്ലെങ്കിൽ അവയിൽ ഏതെങ്കിലും ഒന്നിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ നടത്തുന്നതോ പിന്തുണയ്ക്കുന്നതോ ആയ ഏതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഒരു വിദ്യാർത്ഥിക്കും പ്രവേശനം നിഷേധിക്കാൻ പാടില്ല. പാർശ്വവൽക്കരിക്കപ്പെട്ട മേഖലകളുടെ വിദ്യാഭ്യാസ ഉന്നമനത്തിനായി സംസ്ഥാനം പ്രത്യേക നടപടികൾ സ്വീകരിക്കുന്നതിൽ ഭരണഘടനാപരമായ എതിർപ്പുകൾ ഇല്ല. ആർട്ടിക്കിൾ 21A, റൈറ്റ് ടു എഡ്യൂക്കേഷൻ. The 86th Amendment, Constitutional Amendment of 2002 inserted a new article, Article 21A, into Constitution that seeks to provide free and compulsory education to all children aged 6 to 14 years. The Article 21A asserts the state shall provide free and compulsory education to all children of age of 6 to 14 years in such manner as the state by law may determine. വിദ്യാഭ്യാസ അവകാശം. 2002 86 ഭരണഘടനാ ഭേദഗതി ഭരണഘടനയിൽ ആർട്ടിക്കിൾ 21A 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകാൻ ശ്രമിക്കുന്ന ഒരു പുതിയ ആർട്ടിക്കിൾ ഉൾപ്പെടുത്തി. ആർട്ടിക്കിൾ 21A 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സംസ്ഥാനം നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണം. 86th Constitutional Amendment Act 2002, Article 21A, Fundamental Right. Article 21A പറയുന്നത് സ്റ്റേറ്റ് ഷാൽ
provide free and compulsory education to all children of the age 6 to 14 years in such a manner as the state may by law determine. 6 തൊട്ട് 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ എന്നാണ് പറയുന്നത്. ആർട്ടിക്കിൾ 45 അത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിലാണ്. DPSP ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. The state shall endeavour to provide early childhood care and education for all the children between 0 to 6 years. Early childhood care ECCE 0 to 6 years ആണ് ആർട്ടിക്കിൾ 45. അത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിലാണ് വരുന്നത്. നെക്സ്റ്റ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ആർട്ടിക്കിൾ 51AK അത് പാരൻസ് who is parents or guardian to provide opportunities for education to his child the age of 6 to 14 year. നിർബന്ധമായിട്ടും കുട്ടികളെ 6 തൊട്ട് 14 വയസ്സ് വരെയുള്ള കുട്ടികളെ സ്കൂളിൽ അയക്കണം എന്നാണ് പറയുന്നത്. ആർട്ടിക്കിൾ 51AK It shall be the duty of every citizen of India who is a parent or guardian to provide opportunities for education to his child, or as the case may be, what between the age of 6 and 14 years. The fundamental rights enshrined in the Part 3 of Indian Constitution, they are enforceable by the courts subject to restrictions. Enforceable by courts. Next, directive principles of state policy. These provisions contained in Part 4 of Indian Constitution are not enforceable by any court of law. Not enforceable by any court of law. Next, fundamental duties are not legally enforceable. Articles fundamental rights ആർട്ടിക്കിൾ 13 to 35 ആണ്. അപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 21A ആണ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ആർട്ടിക്കിൾസ് 36 to 51 ആണ്. അതിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ ആർട്ടിക്കിൾ 45 ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിലാണ് വരുന്നത്. ആർട്ടിക്കിൾ 51A ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസാണ്. അതിന് നമുക്ക് പഠിക്കാനുള്ളത് ആർട്ടിക്കിൾ 51AK ആണ്. ബാക്കി ആർട്ടിക്കിൾസൊക്കെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ, ഡ്യൂട്ടീസ് ഓഫ് ചീഫ് മിനിസ്റ്റർ, ഫിനാൻസ് മിനിസ്റ്റർ, ഇലക്ഷൻ കമ്മീഷൻ, ഹിന്ദി ആസ് ഒഫീഷ്യൽ ലാംഗ്വേജ്, നാഷണൽ എമർജൻസി, imposition of president's rule in state, financial emergency. പിന്നെ 1 to 4 യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറീസ്. അടുത്ത 5 to 11 സിറ്റിസൺഷിപ്പ് ആണ് ആർട്ടിക്കിൾസ്. പാർട്ട് 4Aയിലാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് വരുന്നത്. ആർട്ടിക്കിൾ 51A. ആർട്ടിക്കിൾ 51A അത് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടത് 51AK ആണ്. ആർട്ടിക്കിൾ 51AK ഇതാണ് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 51AK. നെക്സ്റ്റ് ആർട്ടിക്കിൾ 46. Article 46 comes under Gandhian principles. Article 46 promotion of educational and economic interest of scheduled caste, scheduled tribes and other weaker sections. The state shall promote with special care the educational and economic interest of the weaker sections of the people, and in particular of scheduled caste and the scheduled tribes, and shall protect them from social injustice and all forms of exploitation. Weaker sections
SC and ST. RTE Act 2009. The Right of Children to Free and Compulsory Education Act or Right to Education Act describes the modalities of the importance of free and compulsory education for children between 6 and 14 in India under Article 21A. The bill was approved by the Cabinet on 2nd July 2009. Rajya Sabha passed the bill on 20th July 2009 and Lok Sabha on 4th August 2009. It received presidential assent and was notified as law on 26 August 2009 as the Children's Right to Free and Compulsory Education Act. 27 August 2009 published in the Gazette. The law came into effect in the entire country from 1st April 2010. RTE was legally enforced 1st April 2010. Salient features of RTE Act. Every child of the age of 6 and 14 years shall have the right to free and compulsory education till completion of elementary level. 6 മുതൽ 14 വയസ്സ് വരെയുള്ള ഓരോ കുട്ടിക്കും പ്രാഥമിക തലം പൂർത്തിയാക്കുന്നതുവരെ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഉണ്ടായിരിക്കും. Unaided, private recognized schools and schools of special category are supposed to admit 25% children from economically weaker section and disadvantaged group. Unaided സ്വകാര്യ അംഗീകൃത സ്കൂളുകൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗത്തിലെയും 25% കുട്ടികളെ പ്രത്യേക വിഭാഗത്തിൽ പ്രവേശിപ്പിക്കണം. No capitation fee and screening procedure for admission. No child can be denied admission in a school for the reason of not having birth certificate and in extended period of admission. ജനന സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതിൻ്റെ പേരിൽ ഒരു കുട്ടിക്കും സ്കൂളിൽ പ്രവേശനം നിഷേധിക്കാനാവില്ല. പ്രവേശനത്തിൻ്റെ നീട്ടിയ കാലയളവ് പൂർത്തിയാകുന്നതുവരെ സ്കൂളിൽ പ്രവേശിപ്പിക്കപ്പെട്ട കുട്ടിയെ പരാജയപ്പെടുത്തുകയും പുറത്താക്കുന്നതും നിയമം നിരോധിക്കുന്നു. The Act prohibits failing and expulsion of child admitted in a school till the completion of elementary education. Prohibition of corporal punishment and mental harassment to child. കുട്ടിക്ക് ശാരീരിക ശിക്ഷയും മാനസിക പീഡനവും തടയൽ. The National Commission for the Protection of Child Rights shall monitor the safeguards for rights provided under this Act, investigate complaints and exercise the powers of a civil court in trying cases. ദേശീയ ബാലാവകാശ കമ്മീഷൻ ഈ നിയമത്തിൻ കീഴിൽ നൽകിയിരിക്കുന്ന അവകാശങ്ങൾക്കായുള്ള സംരക്ഷണം നിരീക്ഷിക്കുകയും പരാതികൾ അന്വേഷിക്കുകയും കേസുകൾ വിചാരണ ചെയ്യുന്നതിന് സിവിൽ കോടതിയുടെ അധികാരം പ്രയോഗിക്കുകയും ചെയ്യും.